അബൂ സുഫിയാൻ്റെ നീക്കുപോക്കുകൾ അറിയാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദിയ് ബസ്ബസ് എന്ന് പറയുന്ന 2 സഹാബികളെ പറഞ്ഞയച്ചിരിക്കുന്നു. അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ്. അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടോ എന്നറിയാൻ അവരുടെ വിവരം ശേഖരിക്കാൻ വേണ്ടി 2 വളവന്മാരായ 2 സഹാബത്തിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ ഉടനവറിയറിയാതലത്തിടൈ നടയൊട് പുരി ഭദ്രവാതിലെത്തിടൈ തടമിരുമടവികൾ ചേതി പാത്തിടൈ ഒരു ഫക്കരൈബത്ത് മജിദിയൻ്റെ ശൈബ ഉടമുമ്പ് ഒത്തു ചൊടിത്ത് പുടിത്തു മടിത്തിടുവാർ. അങ്ങനെ വിവരം ശേഖരിക്കാൻ പോയ 2 സഹാബാക്കളും ഒരെത്തും പൊടിയും കിട്ടാതെ തിരിച്ചു നടക്കുന്ന സമയത്താണ് ഒരു ചെരുവിൽ വെച്ചുകൊണ്ട് അതാ 2 സ്ത്രീകൾ ഒരു കിണറിൻ്റെ അരികിൽ ശക്തമായ അടി, ശക്തമായ ഇംഗ്ലീഷ് പറച്ചിൽ, പച്ചപ്പൊടേശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് അടിയാണ്. എന്തിനാണ് അടിയെന്ന് മനസ്സിലാക്കാതെ സഹാബത്ത് അവരെ പിരിക്കാൻ ചെല്ലുക വേണ്ടി ഒരു കാരണവരപ്പുറത്ത് നിൽക്കണമുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യാന്നറിയാതെ സഹാബത്ത് ആകെ അന്തം മുട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് പിന്നെ അടിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി സഹാബത്ത് അവിടെ അങ്ങനെ നിന്നു. അടിപെട്ടി കോത്തി പൊടിത്താരോ അന്നൈ താലിയും മാലയറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ച ചട്ടയും കേറപ്പെടുത്താരോ. അങ്ങനെ ശക്തമായ അടി. 2 പെണ്ണുങ്ങളും വെള്ളം എടുക്കാൻ വേണ്ടി വന്ന കുടോ തോൽപാത്രം എന്തായാലാക്കാണെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് അടിച്ചുന്നു പിച്ചുന്നു. മാത്രമല്ല മോറത്ത് പിടിച്ചു എടി എന്തടിൻ്റെ പൈസ ഇവിടെ കൊണ്ടടി കടുക പൊതപ്പോടെ കെട്ടി മറിന്തിട്ടും കരിശത്തിൽ കാശിനിൽ കൂടെ വിടുന്തിട്ടും ഇടരി പിടന്തവൾ പിന്നും എഴുന്തിട്ടും ഇരുവരും മോട്ട് മയങ്കി നിലന്തിട്ടും പിണ്ടാളെ കടം കൊണ്ടോളി. അങ്ങനെ ശക്തമായ അടിപിടി ഉരുളണോ അതാ കോഴി കൊത്തുവിടും പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പെണ്ണുങ്ങളെല്ലാം അടി കൂടുന്നത് അതൊരു സ്പെഷ്യൽ അടിയായിരിക്കും. ആണുങ്ങളെപ്പോലെ അല്ല, നിന്ന് തന്നെ ഉണ്ടാവില്ല. അങ്ങോട്ട് മാന്തലും പിടിച്ചലും വിച്ചലും മുടിക്കെട്ട് പിടിച്ചലും അങ്ങനെ ശക്തമായ അടി കിണറിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു പെണ്ണ് പറഞ്ഞത്, മര്യാദ കണക്ക് എനിക്ക് തരാനുള്ള പൈസ തരിക നല്ലത്. അപ്പോഴാണ് സഹാബത്തിന് പിടുത്തം കിട്ടി ഇത് കടത്തിൻ്റെ ഏർപ്പാടാണ്. ഏതായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ പെണ്ണ് സംസാരിച്ചു കൊണ്ട് മറ്റവളോട് പറയുകയാണ്, നാളുക്കും നാള് പെരുത്താനേ നമ്മൾ മേലക്കും മേലെ പോലീസായേ നാളത്തെ വെള്ളിക്കുറപ്പായേ നൂവൽ കൊത്ത സുരം എണ്ടുനൈക്കാണേ. അപ്പോൾ കടം കൊടുക്കാനുള്ള പെണ്ണ് പറയണം, നാളെ എൻ്റെ ഹലാക്കിത്തെ കടം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ പെണ്ണ് പറയാം, കുറേ കാലമായി നാളെ 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 എന്ന് ലോട്ടറി ടിക്കറ്റുകാർ പറയും പോലെ ലോട്ടറി ടിക്കറ്റുകാർ പറയും പോലെ നാളെ 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പം എന്നെ പിടുത്തം കെട്ടിക്കാണ് വെള്ളം കോരാൻ വേണ്ടി വന്നപ്പോൾ ഇനി എന്നെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മോതക്കുറ്റി എന്ന് കൊടുക്കണ്ടേ. അപ്പോൾ എങ്ങനെ നാളെ തരികയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, കേളുന്നി മക്കികൾ മൂപ്പന്മാർ ശാമ്പിന്ന് കീർത്തി തേജാറത്തും ചെയ്തുണ്ട് വാരുന്ന് ഏളും ബദർവാതിൽ ഏത്തും വാതിൽ വന്ന് ഏറ്റം തൊഴാമവർ കൊണ്ടാക്കി ഞാനെന്ന് ബീക്കൂമേ വെള്ളി ഓക്കൂമേ. അങ്ങനെയാണ് തരികാറ്. അതായത് നാളെ ഷാമിൽ നിന്ന് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കച്ചവടം കഴിഞ്ഞൊരു ടീം ഇവിടെ എത്തും. അവർക്ക് ഭക്ഷണമുണ്ട്. ഇന്നത്തെ പോലെ ഹോട്ടലുകളും വീടുകളും ഒന്നുമില്ലാത്ത കാലമാണല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ പരിപാടി എൻ്റെ മാപ്പിള എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ്റെ ടീമിൽപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. ഫോണിലൂടെ അല്ല കേട്ടോ, അന്ന് ഫോണില്ലല്ലോ. അപ്പോൾ എന്തായാലും വിവരം അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എന്തായാലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ പണി എൻ്റെ ജോലിയിൽപ്പെട്ടതാണ്. അത് ഞാൻ ചെയ്തു കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാതിരിക്കൂല. അങ്ങനെ കിട്ടിയാൽ എൻ്റെ കടം ഞാൻ വീട്ടാം. അങ്ങനെ ഓക്കും വിശേഷം തരീത്താനേ ഉഡം തോളറുകൾ 2 റജ് ആണേ
കക്കന്നബി മുമ്പണ്ണും താനെ കന്നിമാരുര കേട്ടതും ബിണ്ടാനേ. നിരാശരായി അബൂ സുഫിയാൻ്റെയും കച്ചവട സംഘത്തിൻ്റെയും വാർത്ത ലഭിക്കാതെ മടങ്ങുന്ന സമയത്താണ്, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് സ്ത്രീകളുടെ ശക്തമായ അടിപിടി കൂടൽ. അത് സഹാബത്തിന് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. അവരുടെ തല്ലുകൂടൽ നിന്നും സഹാബത്തിന് അബൂ സുഫിയാനും കച്ചവട സംഘവും വരുന്നുണ്ടെന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചു. ഉടനെ തന്നെ ഇലാ ഹദറത്ത് റസൂലില്ല, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് അദിയും ബസുബസും അതാ കുതിരയെ പായിപ്പിച്ചുകൊണ്ട് അതിശീഘ്രം കുതിക്കുകയാണ്. അങ്ങനെ ആ കഥ ചൊക്കറിനെ ബിയും ശ്രവിത്തിട്ട് അവിടം വിടും ദിർന്ത് നടപെട്ട് പാക്കം ദഫറാന തലത്തിരി കടന്നിട്ട് പതിഹൈമയിട്ടവർ പാർത്ത് ധരിപ്പെട്ട്. അങ്ങനെ വേഗം അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് കുതിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങനെ അബൂ സുഫിയാനും സംഘവും ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അവിടേക്ക് വരുന്നുണ്ട്, നാളെ അവിടെ എത്തുമെന്നുള്ള വിവരം അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ദഫറാനിലുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക? അബൂ സുഫിയാനും കച്ചവടവും കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അവരെവിടെ എത്തും, എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത എപ്പിസോഡിൽ